ഇസ്രായേൽ launched ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഓൺ ഇറാൻ. നിങ്ങളിത് അറിഞ്ഞു കാണും. ഇതിവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണം വേറൊന്നുമല്ല. ഏതൊരു ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് എടുത്താലും അതിന് ഇവിടെ അഭിപ്രായങ്ങളുണ്ടാവും. കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളുടെ സൈഡ്സ് എടുക്കാൻ ആളുകളും ഉണ്ടാവും. അപ്പോ എന്താണ് ഈ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ? ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഇറാന്റെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ്, ന്യൂക്ലിയർ വെപ്പനൈസേഷൻ പ്രോഗ്രാംസ്, ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് ആൻഡ് ദി സയന്റിസ്റ്റ് ഹു വർക്ക്ഡ് ഓൺ ദി ന്യൂക്ലിയർ പ്രോജക്ട് അല്ലെങ്കിൽ ദി യുറേനിയം ബോംബ്, ഇവരെല്ലാം ടാർഗറ്റ് ചെയ്തൊരു അറ്റാക്ക് ആയിരുന്നു. ഇറാന്റെ ഒരുപാട് സയന്റിസ്റ്റ്, മിലിറ്ററി പേഴ്സണൽസ് എല്ലാം ഈ അറ്റാക്കിൽ മരിച്ചിരുന്നു. ഈ അറ്റാക്സിന് ഇറാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനായിരുന്നു ഈ അറ്റാക്സ് എന്ന്? ഇസ്രായേലിന്റെ വേർഷൻ അനുസരിച്ച് ഇറാൻ റെജീം ഇസ്രായേലിനും ഇസ്രായേൽ ജനതയ്ക്കും ഒരു ത്രെട്ടാണ്. ടെററിസം ബാക്ക് ചെയ്യുന്ന, അതായത് ഇസ്രായേൽ അല്ലെങ്കിൽ വെസ്റ്റേൺ പവേഴ്സ് ടെറർ ഓർഗനൈസേഷൻസ് ആയിട്ട് കാണുന്ന ഹസ്ബുള്ള, ഹമാസ് പോലുള്ള ഓർഗനൈസേഷൻസിനെ ബാക്ക് ചെയ്യുന്ന ഇറാൻ കഴിഞ്ഞ 5 വർഷത്തിൽ 9 ആറ്റം ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും യുറേനിയം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇറാൻ 300 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേൽ നേരെ അഴിച്ചുവിട്ടത് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇത്രയും ഡേഞ്ചറസ് ആയ ഒരു രാജ്യത്തിന്റെ കയ്യിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിനും അവിടെയുള്ള ആളുകൾക്കും ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നു. സോ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇസ്രായേലിന്റെ വേർഷൻ അനുസരിച്ച് ഇസ്രായേലിന്റെ യുദ്ധം ഇസ് നോട്ട് അഗൈൻസ്റ്റ് ദ പീപ്പിൾ ഓഫ് ഇറാൻ, ഇറ്റ് ഇസ് അഗൈൻസ്റ്റ് ദ ഡിക്റ്ററ്റോറിയൽ റെജീം ഇൻ ഇറാൻ. ഇറാൻ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആണോ ഡെമോക്രസി ആണോ? ഒഫീഷ്യലി ഇറാൻ ഒരു തിയോക്രാറ്റിക് റിപ്പബ്ലിക് ആണ്. അതിനർത്ഥം ഒരു റിലീജിയസ് ഫിഗറായ സുപ്രീം ലീഡറിന്റെ റൂളിനടിയിലാണ് ഇറാൻ. ദി സുപ്രീം ലീഡർ ഇസ് എലക്ടഡ് ഫോർ ലൈഫ്. ഇറാനിൽ ഒഫീഷ്യലി ഒരു പ്രസിഡന്റും പാർലമെന്റും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് അവിടുത്തെ സിസ്റ്റം ഒട്ടും ഡെമോക്രാറ്റിക് അല്ല. കാരണം ഈ പ്രസിഡന്റും പാർലമെന്റും ഒക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ അധികാരം മുഴുവനും സുപ്രീം ലീഡറുടെ കയ്യിലാണ്. And there is also a body which can actually disqualify candidates who aren't considered fit for the regime. വളരെ ലിമിറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ആളുകൾക്ക് അവരുടെ പൊളിറ്റിക്സ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു ലിമിറ്റേഷൻ ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ്, വെരി ലിമിറ്റഡ് ഫ്രീഡം ഫോർ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇതിന്റെ എല്ലാം പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു രാജ്യമാണ് ഇറാൻ. അതിന് ഉദാഹരണങ്ങളും ഉണ്ട്. 2022 ഇറാന്റെ സ്ട്രിക്ട് ഡ്രസ്സിംഗ് നോംസ് ഫോളോ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് അറസ്റ്റ് ചെയ്യപ്പെട്ട് ക്രൂര മർദ്ദനത്തിനിരയാക്കപ്പെട്ട് മരിച്ച ജീന മഹ്സ അമീനി അവിടുത്തെ ആളുകൾ നേരിടുന്ന ക്രൂരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ തീവ്രമായ മത അടിസ്ഥാപിത ചിന്തകൾ ഏതൊരു രാജ്യത്തിന്റെ ഭരണഘടനയിൽ വന്നാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. സോ ഇറാൻ ഇസ് നോട്ട് എ ഡെമോക്രസി ആൻഡ് യെസ്, ദ പീപ്പിൾ ഓഫ് ഇറാൻ ഓൾസോ സഫർ ഡ്യൂ ടു എ ലാക്ക് ഓഫ് ഡെമോക്രസി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതാണോ? അല്ല. ബിഫോർ 1979 ഇസ്രായേൽ ആൻഡ് ഇറാൻ were friendly. പിന്നെ എപ്പോഴാണ് ഈ കാര്യങ്ങൾ മാറിയത്? കാര്യങ്ങൾ മാറിയത് 1979 ഇറാനിയൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ്. 79 ദി ഷാ ഓഫ് ഇറാൻ വാസ് ഓവർത്രോൺ ആൻഡ് ആയത്തുള്ള റൂഹുള്ള ഖമേനി came into power. But why? എന്തായിരിക്കും ഷാ ഓഫ് ഇറാൻ ഓവർത്രോ ചെയ്യപ്പെട്ടത്? The Shah had close ties with the West and was considered a puppet of the United States and Britain. Authoritarianism, political repression, economic discontent ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും the Shah believed in westernization. റാപ്പിഡ് വെസ്റ്റർനൈസേഷൻ പല ട്രഡീഷണൽ ഇറാനിയൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഈ വെസ്റ്റർനൈസേഷൻ ഇസ്ലാമിക് മൂല്യങ്ങൾക്ക് എതിരാണെന്നും അവർ വിശ്വസിച്ചു. സോ ദേ ഓവർത്രൂ ദ ഷാ ആൻഡ് thus the Islamic Republic of Iran was formed. ഈ റവല്യൂഷന് ശേഷം ഇസ്രായേൽ ഇറാന്റെയും ഇസ്ലാമിന്റെയും ശത്രുവാണെന്ന് ഇറാൻ അങ്ങ് പ്രഖ്യാപിച്ചു. അവിടെ തുടങ്ങിയ പ്രശ്നങ്ങൾ ഇന്നും തുടരുന്നു. ആദ്യമൊക്കെ പ്രത്യക്ഷത്തിൽ യുദ്ധമില്ലെങ്കിലും പരോക്ഷമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടർന്നുപോയി. ഇരു രാജ്യങ്ങളും പരോക്ഷമായി അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. ഉദാഹരണത്തിന് ഇറാൻ ഇസ്രായേലിനെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ആയി കാണുന്ന ഹസ്ബുള്ള, ഹമാസ് പോലത്തെ ഓർഗനൈസേഷൻസിനെ ഫണ്ടിങ്ങും ട്രെയിനിങ്ങും സപ്പോർട്ടും ഒക്കെ കൊടുത്ത് ഇസ്രായേലിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. 80കൾ തൊട്ട് 2000 വരെ പരോക്ഷമായ ഒരു യുദ്ധമായിരുന്നെങ്കിൽ 2000 തൊട്ട് ഇപ്പൊ വരെ കാര്യങ്ങൾ കുറച്ചധികം വഷളായി. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം ഇസ്രായേൽ ഒരു ഭീഷണിയായി തന്നെ കണ്ടു. പിന്നെ ഹമാസ്, ഹസ്ബുള്ള ഒക്കെ തീവ്രവാദ സംഘടനകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കൺട്രി ഓർ ദി ഓർഗനൈസേഷൻ മേക്കിംഗ് ദി ഡെസിഗ്നേഷൻ. UK, USA, Germany, Canada, the Arab League and the GCC have labeled Hezbollah a terrorist organization.
ഹമാസിന്റെ കാര്യവും ഏറെക്കുറെ ഇത് തന്നെ. പിന്നെ ഇസ്രായേൽ എന്നും അടിക്ക് തിരിച്ചടി എന്ന് മനസ്സിൽ ഉറപ്പിച്ച് കിടക്കുന്ന ഒരു രാജ്യമാണ്. സോ ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പോലും ത്രെറ്റ്സ് ഇല്ലാതാകും വരെ ഉണ്ടാകും എന്നാണ് ഇസ്രായേൽ PM പറഞ്ഞത്. പിന്നെ മനുഷ്യത്വത്തിന് വേണ്ടിയൊക്കെ ഇത്രയും നിലകൊള്ളുന്ന ഇസ്രായേൽ പ്രോമിസ്ഡ് ലാൻഡിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ കണക്കുകൾ കൂടി നോക്കുന്നത് നല്ലതായിരിക്കും. സോ അത്രേ ഉള്ളൂ. ഈ കോൺഫ്ലിക്റ്റിന്റെ ഹിസ്റ്ററി നിങ്ങളൊന്ന് അറിയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ താങ്ക് യു ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ.